നമ്മൾ നമ്മുടെ ഒരു കണ്ണൂർ യാത്രയോടനുബന്ധിച്ച് നമ്മൾ തിരിച്ചു വരുമ്പോൾ മാഹി ബീച്ചിൽ പോയിരുന്നു. അപ്പോൾ മാഹി ബീച്ചിൽ കണ്ട ഒരു കാഴ്ചയാണ് ഇവിടെ നമ്മൾ കാണിക്കുന്നത്. ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാവും, എങ്കിലും ഫ്രഞ്ച് അധീന പ്രദേശമായിരുന്നല്ലോ മാഹി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രഞ്ച് അധീന പ്രദേശമായിട്ടുള്ള ഈ മാഹിയുടെ രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലത്തിനൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് എം മുകുന്ദൻ എഴുതിയ ഒരു നോവലുണ്ടല്ലോ, മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന ഒരു നോവലും. ആ നോവലിലെ പ്രധാനപ്പെട്ട എല്ലാ സംഭവങ്ങളും ഇവിടെ ഇങ്ങനെ കല്ലിൽ ഇങ്ങനെ എന്താ പറയുക, ശരിക്കും അത് ചിത്രീകരിച്ചിട്ടുണ്ട്. ഒരു സ്റ്റോൺ കാർവിങ് മാതിരി ഇങ്ങനെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഓരോ കാർവിങ്ങിൻ്റെയും ചുവട്ടിൽ ആ ഒരു സന്ദർഭം വ്യക്തമായിട്ട് വിശദീകരിക്കുന്ന ഒരു ബോർഡും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 10-12 ഭാഗങ്ങളായിട്ടാണുള്ളത്. അതിൽ ചിലതൊക്കെ എനിക്ക് നഷ്ടം വന്നു കേട്ടോ, കിട്ടിയില്ല. വെയിൽ കൊണ്ട് ചില ഫോട്ടോസ് നഷ്ടമായിപ്പോയി, കിട്ടിയില്ല. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് മാഹി ബീച്ചിൽ പോകാൻ ഒരവസരം കിട്ടുകയാണെങ്കിൽ ഇതൊന്ന് കാണണം കേട്ടോ. ഈ ഒരു സ്റ്റോൺ കാർവിങ്സ് കണ്ടില്ലേ, ഇത് എനിക്ക് തോന്നുന്നു പ്ലാസ്റ്റർ ഓഫ് പാരീസ് അങ്ങനെ എന്തോ കൊണ്ടുണ്ടാക്കിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്റ്റോണാണെന്ന് തോന്നുന്നില്ല. അതിൻ്റെ മുകളിൽ പെയിൻറ്റിങ് ഒക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ശരിക്കും ഒരു സ്റ്റോൺ കാർവിങ് മാതിരിയാണ് ഉള്ളത് കണ്ടാൽ. അപ്പോൾ വളരെ ഭംഗിയായിട്ട് ഈ ഒരു കഥ ഇങ്ങനെ ചിത്രീകരിച്ചിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ആ ഒരു ബീച്ചിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു ആലേഖനം. അപ്പോൾ 11, 12, 13 ഭാഗങ്ങളായിട്ടങ്ങാനാണുള്ളത്, ഫലകങ്ങളായിട്ടാണുള്ളത്. അതിൽ കുറച്ചെണ്ണം എനിക്ക് കിട്ടിയില്ല. വെയിൽ വല്ലാതെയുള്ള സ്ഥലത്ത് റിഫ്ലക്ഷൻ കൊണ്ട് പോയി ഫോട്ടോസ് കിട്ടിയില്ല. ഈ ഒരു കാർവിങ്ങിൽ കണ്ടില്ലേ, 2 പൂമ്പാറ്റകളായിട്ട് ദാസനും ചന്ദ്രികയും വെള്ളിയാങ്കല്ലിൽ പാറി നടക്കുന്ന ഒരു ചിത്രമാണത്. അങ്ങനെ ഓരോ കഥാസന്ദർഭങ്ങളും വളരെ ഭംഗിയായിട്ടിവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്.